ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഓണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന 6ാമത്തെ റെസിപ്പിയാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണ്. നല്ല ഒരു സാമ്പാർ പൊടി. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സാമ്പാർ പൊടിയുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നല്ല മണമാണ്. അടുത്ത വീട്ടിൽ നിന്ന് പോലും സാമ്പാറും ചോദിച്ചു വരും. അതുപോലെ നല്ല മണവും സ്വാദുമാണേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 15 വറ്റൽമുളകാണ്. കാശ്മീരി ചില്ലിയല്ല, സാധാരണ വറ്റൽമുളക്. പിന്നെ ഒരു 10 കാശ്മീരി ചില്ലിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണേ. പിന്നെ നമ്മളിങ്ങനെ വറക്കാൻ ഉപയോഗിക്കുന്ന മുളക്, പരിപ്പുകൾ എല്ലാം നമ്മൾ നേരത്തെ ഒന്ന് കഴുകി ഒരു ഉണങ്ങിയ തുണിയിലോട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് വേണം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനേ. കാരണം ഇതിലെല്ലാം നന്നായിട്ട് അഴുക്ക് കാണും. തലേ ദിവസം തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി ഉണങ്ങാനായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കൂടെ പെട്ടെന്ന് നമുക്കിതെല്ലാം ഫ്രൈ ആയി കിട്ടും. മുളക് ഫ്രൈ ആയോ ഇല്ലയോ എന്നറിയാനായിട്ട് അതൊരിച്ചിരി നന്നായിട്ടൊന്ന് വീർത്ത് വരുമേ. ഇതിപ്പോൾ ഇങ്ങനെ ചുട്ടിയല്ലേ ഇരിക്കുന്നത്. ഇത് വറുത്ത് കഴിയുമ്പോഴേക്കും ഇപ്പം കറക്റ്റ് പരുവായി. ഞാൻ നിങ്ങളെ ഒരു 1-2 മുളക് എടുത്ത് കാണിക്കാം. ഇങ്ങനെ വീർത്ത് വരും. പിന്നെ ചെറുതായിട്ട് അതിൻ്റെ നിറമൊന്ന് മാറും. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മല്ലി ഇട്ട് കൊടുക്കുകയാണ്. മല്ലി എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂണാണ്. മല്ലിയാണെന്നുണ്ടെങ്കിലും മുളകാണെങ്കിലും ഇതൊക്കെ മൂത്ത് വരുമ്പം ഒരു പ്രത്യേക മണമുണ്ട്. അത് തന്നെയല്ല, മല്ലിയുടെയും ചെറുതായിട്ട് നിറമൊന്ന് മാറുകയും ചെയ്യും. നല്ല മണവും വരും കേട്ടോ. ഇത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട്. നിങ്ങൾ അതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാനും മറക്കല്ലേ. ഇപ്പം മല്ലി മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം മല്ലി മാറ്റിയിട്ട് അടുത്തതായിട്ട് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പുമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് സാമ്പാർ പരിപ്പല്ല, പ്രത്യേകം ശ്രദ്ധിക്കണേ. കടലപ്പരിപ്പാണ്. നമ്മൾ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പരിപ്പും മാറ്റിയിട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ ഉലുവയാണ്. ഇതിൽ ഒട്ടും കൂടിപ്പോവില്ലേ. കുറച്ചൊന്ന് കുറഞ്ഞാലും സാരമില്ല. ഒരു കാരണവശാലും കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് ഉലുവയുടെ നിറമൊക്കെ മാറി അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും വേണ്ടത് ജീരകമാണ്, ക്യുമിൻ സീഡ്സ്. അത് വേണ്ടതും 1.5 ടീസ്പൂൺ തന്നെയാണ്. അപ്പോൾ ഇനി ഉലുവ മാറ്റിയിട്ട് അടുത്തത് ഇപ്പോൾ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും 1.5 ടീസ്പൂൺ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. പ്രത്യേകം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതെല്ലാം ചെറിയ ഫ്ലെയിമിൽ ക്ഷമയോടെ ഇട്ട് വേണം ഇതെല്ലാം വറുത്തെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ജീരകവും മൂത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് വേണ്ടത് 2-3 സാധനങ്ങളൂടെ ഉള്ളൂ. ഇനിയും 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയേ. ഞാൻ ചേർക്കുന്നത് നമ്മൾ ചോറൊക്കെ വെക്കുന്ന മട്ട റൈസില്ലേ, അതാണ് എടുക്കുന്നത്, ചമ്പാവരി. അത് ഒരു 1.5 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. നമ്മൾ അരി ഇങ്ങനെ വറുത്ത് ഇതിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കുന്നത് സാമ്പാറിന് കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ കൊഴുപ്പ് കിട്ടാനും വേണ്ടി കൂടിയാണ്. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് മാത്രമല്ല സാമ്പാർ പരിപ്പും 1 ടേബിൾ സ്പൂൺ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂടെ പൊടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല എന്നുള്ളതേ ഉള്ളേ. അരി ചെറിയ ഫ്ലെയിമിൽ കുറച്ചധികം നേരം ഇട്ട് കഴിഞ്ഞാലേ ഇതൊന്ന് മൂത്ത് കിട്ടുള്ളൂ കേട്ടോ, കരിയാതെ. അത് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോ ഫ്ലെയിമിൽ കുറേ നേരം ഇട്ട് കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങും. ആ പൊട്ടിത്തുടങ്ങുന്നതിൻ്റെ ശബ്ദം ഒന്ന് നിന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ അരിയും പാകമായിട്ടുണ്ടെന്ന് അർത്ഥം. പക്ഷേ നിങ്ങൾ എല്ലാ അരിയും പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യല്ലേ, അത് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ അരിയും പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ വേണ്ടത് ഒരു 3-4 തണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. ഇതും കഴുകി അതിൻ്റെ വെള്ളമയം ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ഇതിനകത്തോട്ടിട്ട് നല്ല ക്രിസ്പ് ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് നല്ല ക്രിസ്പ് ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതെല്ലാം ഒന്ന് തണുക്കാൻ അനുവദിക്കണം. തണുത്തിട്ട് വേണം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം തണുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ വറുത്തതെല്ലാം. ഇനി ഇപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഇതൊന്നും ഒരുപാട് നാളത്തേക്ക് അങ്ങ് ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരു 2-3 ആഴ്ചത്തേക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ. ഏറ്റവും അവസാനമായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കായപ്പൊടി നിങ്ങൾ ഒരു കാരണവശാലും ഇടാതിരിക്കുന്നതാണ് നല്ലത്.
1 ടീസ്പൂൺ ചെറുതായിട്ട് ചീകിയെടുത്ത കായമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് നല്ല ഹാർഡ് ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും കൂടെ തണുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യാസമായിട്ടുള്ളൊരു മണമാണ്. എൻ്റെ കയ്യിൽ കായമില്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ കായപ്പൊടി ചേർത്തത്. ഇപ്പം നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറേ കൂടെ നല്ല പൊടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അരിച്ച് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും എടുക്കാം. അപ്പോൾ വളരെ ചെറിയായിട്ടുള്ള തരികൾ പോലും അങ്ങ് പോകും. ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പൊട്ടുന്ന ജാറിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു കുപ്പിയിലോ വല്ലോ സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഒന്നും വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഓണത്തിന് ഈ സാമ്പാർ പൊടി ഇട്ട് ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്നെ ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്താൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്